സ്വയംവരത്തിന് പോയ യോദ്ധാക്കൾ ഭാനുമതിയുമായി ഹസ്തിനാപുരത്തിന്റെ അതിർത്തിയിൽ ഗംഗാതീരത്തെത്തിയിട്ടുണ്ടെന്ന വാർത്ത നഗരത്തിൽ പരന്നു. അവരെ സ്വാഗതം ചെയ്യുന്നതിനായി എല്ലാവരും താല്പര്യത്തോടെ ഒരുക്കുവാൻ തുടങ്ങി. പുതിയ മഹാറാണിയെ കാണുവാൻ നഗരവാസികൾ കയ്യിൽ പുഷ്പമാല്യങ്ങളുമായി രാജവീതിയിൽ തടിച്ചുകൂടി. യുവരാജ്ഞി ഭാനുമതി ഇപ്പോൾ മഹാറാണി ഭാനുമതിയായി കഴിഞ്ഞു. ഹസ്തിനാപുരിയിലെ അപാരവും വിവാഹ സമൃദ്ധവുമായ സാമ്രാജ്യത്തിന്റെ സാമ്രാജ്ഞി. അവസാനം അലങ്കരിച്ച ഒരു ആനപ്പുറത്ത് അമ്പാരിയിലിരുന്ന് ദുര്യോധന മഹാരാജാവ് നഗരത്തിലൂടെ രാജകൊട്ടാരത്തിനടുത്തെത്തി. അദ്ദേഹത്തിന്റെ വലതുവശത്ത് അംഗരാജാവ് ഉണ്ടായിരുന്നു. ഇടതുവശത്ത് മഹാറാണി ഭാനുമതിയും ഇരുന്നിരുന്നു. അവരുടെയും ഇടതുവശത്തായി ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അത് മഹാറാണി ഭാനുമതിയുടെ പ്രിയ തോഴിയായിരിക്കും. അല്ലെങ്കിൽ അമ്പാരിയിൽ ഇരിക്കുന്നത് എങ്ങനെ? അവർ ഭാനുമതിയേക്കാൾ സുന്ദരിയായിരുന്നു. രാജകൊട്ടാരത്തിന്റെ മുഖ്യ കവാടത്തിൽ രാജമാതാവ് ഗാന്ധാരി വധൂവരന്മാർക്ക് ആരതി ഒഴിഞ്ഞു. അതോടൊപ്പം ഇരുപുറവുമായി നിന്നിരുന്ന അംഗരാജാവിനും ഭാനുമതി ദേവിയുടെ സഖിയും അവർ ആരതി ഒഴിഞ്ഞിരുന്നു. കണ്ണു കിട്ടിയിരുന്നത് കൊണ്ട് ആരതി ഒഴിയുമ്പോൾ ത്യാഗമയായ ആ രാജമാതാവിന് എത്ര ബുദ്ധിമുട്ടി തോന്നിയിരിക്കും. വധൂവരന്മാർ ഭീഷ്മ പിതാമഹൻ, വിതുരർ, ശകുനി അമ്മാവൻ മുതലായ ഗുരുജനങ്ങളെ വന്ദിച്ച് രാജകൊട്ടാരത്തിൽ പ്രവേശിച്ചു. മഹാറാണിയുടെ സഖിയും കൂടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. അംഗരാജാവിന്റെ ഒരു കുണ്ടലം മാത്രമേ എനിക്ക് കാണുവാൻ കഴിഞ്ഞുള്ളൂ. കാരണം അദ്ദേഹം മുഖം തിരിച്ച് മഹാറാണി ഭാനുമതിയുടെ സഖിയെ നേരെ നോക്കുകയായിരുന്നു. കഴുത്ത് അങ്ങോട്ട് തിരിഞ്ഞതുകൊണ്ട് മറ്റേ കുണ്ടലം എനിക്ക് ഒട്ടും കാണുവാൻ കഴിഞ്ഞില്ല. പുതിയ മഹാറാണിയുടെ വരവോടെ രാജകൊട്ടാരത്തിന്റെ വസന്തം വന്നതുപോലെയായി. ദുര്യോധന മഹാരാജാവിന്റെ ജീവിതം വിവാഹത്തിന്റെ ഉദ്യാനത്തിൽ പൂത്തുതളിർക്കും. ആ ചിന്ത ഞങ്ങളെ ഒത്തിരി സന്തോഷിപ്പിച്ചു. അവിവാഹിതനായ മനുഷ്യൻ ചിലപ്പോൾ ക്രോധം മൂലം വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിച്ചേക്കും. പക്ഷേ വിവാഹിതനായ വ്യക്തി അങ്ങനെ ചെയ്യില്ല. ദുര്യോധന മഹാരാജാവിനെ പറ്റി ഇന്നുവരെ കേട്ടിരുന്ന സാഹസവും അഹങ്കാരവും നിറഞ്ഞ പ്രവൃത്തികളെപ്പറ്റി ഇനി കേൾക്കേണ്ടി വരില്ല. ഭാവിയിൽ അതെല്ലാം നിയന്ത്രിക്കപ്പെടും. സ്ത്രീക്ക് വേണമെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ വിനാശകാരിയായ കോപത്തെ ശാലനീയമായ പ്രവൃത്തിയാക്കുവാൻ മാറ്റുവാൻ കഴിയും. ഈ കലയെപ്പറ്റി ആവശ്യത്തിപ്പോഴൊക്കെ മഹാറാണി ഭാനുമതിക്ക് അവരുടെ മനസ്സിന് ക്ഷതം പറ്റാത്ത രീതിയിൽ സമർത്ഥമായ രീതിയിൽ പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പരാക്രമികളായ പുരുഷന്മാരുടെ ജീവിതം അവരുടെ സ്ത്രീകളുടെ കൈകളാണ്. ചിലപ്പോൾ സ്നേഹത്തിലൂടെയും മറ്റു ചിലപ്പോൾ തൻ്റെ സൗന്ദര്യത്തിലൂടെയും ഭർത്താവിനെ വിഷമസന്ധിയിൽ ജാഗ്രതയുള്ളവരാക്കുവാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് മഹാറാണിയുമായി പരിചയം വളർത്തണം. എല്ലാം ശരിയായി കഴിയുമ്പോൾ അവരെ കാണാമെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഞാൻ അവരെ കാണുവാൻ പോകുന്നതിന് മുൻപ് തന്നെ ദുര്യോധന മഹാരാജാവ് എന്നെ വിളിപ്പിച്ചു. അപ്രതീക്ഷിതമായിരുന്നുവെങ്കിലും എനിക്കതിൽ ആശ്ചര്യം തോന്നിയില്ല. എൻ്റെ ഭർത്താവിൻ്റെ പരാക്രമങ്ങളെപ്പറ്റി വർണ്ണിച്ച് കേൾപ്പിക്കുവാൻ വേണ്ടിയാവും എന്നെ വിളിപ്പിച്ചത് എന്ന് എനിക്ക് തോന്നി. ഞാനൊരു സ്ത്രീയാണ്. പ്രസിദ്ധനായ ഒരു രാജാവിൽ നിന്ന് സ്വന്തം ഭർത്താവിൻ്റെ പരാക്രമങ്ങളെപ്പറ്റിയുള്ള വർണ്ണന കേൾക്കുവാൻ ഏത് സ്ത്രീയാണ് കൊതിക്കുന്നത്? രാജമാതാവ് കുന്തിദേവി തന്ന നീല പട്ടുസാരി എടുത്ത് മൃണാളിനി എന്ന ദാസിയോടൊപ്പം അദ്ദേഹത്തെ കാണുവാൻ പോകണമെന്ന് ഞാൻ നിശ്ചയിച്ചു. എന്നാൽ ഈ ശാരീരിക സ്ഥിതിയിൽ പരപുരുഷന്മാരുടെ മുന്നിൽ പോകുവാൻ എനിക്കാവില്ല. ഞാൻ ഗർഭിണിയാണ്. അവസാനം എൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും അദ്ദേഹം നേരിട്ട് എൻ്റെ അടുത്ത് വരുന്നതിൽ മടി വേണ്ടെന്നും മൃണാളിനി വഴി ഞാൻ സന്ദേശം കൊടുത്തയച്ചു. ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് ഇഷ്ടമായില്ല. കാരണം അദ്ദേഹം വലിയ അഭിമാനിയാണ്. എന്തായാലും അദ്ദേഹം കൗരവരുടെ ജ്യേഷ്ഠ യുവരാജാവാണ്. ഹസ്തിനാപുരയിലെ കാലചക്രവർത്തിയും കൂടിയാണ്. എന്നിട്ടും അദ്ദേഹം മൃണാളിനിയോടൊപ്പം എൻ്റെ ഭവനത്തിലേക്ക് വന്നു. അവർ വരുന്നത് ജനാലയുടെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ പ്രതീക്ഷയോടെ ഭവനത്തിൻ്റെ അകത്തുള്ള മുറിയിൽ പോയിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ ക്രുദ്ധനായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതെല്ലാം കേൾക്കുവാൻ ഞാൻ മനസ്സിന് ധൈര്യം കൊടുത്ത് ഒരുക്കി വെച്ചു. അദ്ദേഹം എന്തു തന്നെ പറഞ്ഞാലും ഞാൻ എതിർക്കുവാൻ പാടില്ല. കാരണം അദ്ദേഹം എൻ്റെ ഭർത്താവിൻ്റെ പ്രാണമിത്രമാണ്. അദ്ദേഹത്തിനും എൻ്റെ ജീവിതത്തിൽ ഷോണന് തുല്യമായ സ്ഥാനമാണുള്ളത്. അദ്ദേഹത്തോട് ആദരവോടുകൂടി പെരുമാറണമെന്ന് മഹാരാജാവ് ഓർമ്മിപ്പിച്ചിരുന്നു. അദ്ദേഹം വന്ന വഴി ഒരു ഇടപെടത്തിൽ നിന്നിരുന്നു. അദ്ദേഹം സൂചിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മൃണാളിനി ഭവനത്തിൽ നിന്ന് പോയി. അകത്തുള്ള മുറിയിൽ ഞാനുണ്ടെന്ന് അദ്ദേഹം അറിയുന്നതിനായി ഞാൻ കയ്യിലെ സ്വർണ്ണവളകൾ ഇളക്കി. മുറിയുടെ വാതിക്കൽ മിന്നിത്തിളങ്ങുന്ന പർദ്ദയുണ്ടായിരുന്നു. ആ പർദ്ദയുടെ നേരെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അംഗരാജ്ഞി, എന്നെ ഇവിടെ കാണുമ്പോൾ നിങ്ങൾ ആശ്ചര്യം തോന്നുന്നുണ്ടാവും. ഇല്ല, മറിച്ച് അങ്ങയോട് ഇങ്ങോട്ട് വരുവാൻ തിരിച്ച് സന്ദേശം അയക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഞാൻ വിവശയാണ്. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്.
ഇക്കാര്യത്തിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട. ഇല്ല, അങ്ങ് എല്ലാവർക്കും കൗരവ രാജാവാണ്. എന്നാൽ എനിക്ക് ഷോണനെ പോലെ വേണ്ടപ്പെട്ടയാളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ വരുന്നതിൽ സങ്കോചമില്ല. മാത്രമല്ല, ഞാനിവിടെ വന്നത് എന്തിനാണെന്നോ അതിനായി മറ്റൊരാളെ പറഞ്ഞയക്കാനും കഴിയില്ല. എന്നെപ്പോലൊരു സാധാരണ സ്ത്രീക്ക് അങ്ങേക്ക് എന്താണ് ചെയ്തു തരുവാൻ കഴിയുക? നിങ്ങൾ സാധാരണ സ്ത്രീയല്ല. സാക്ഷാൽ അംഗരാജാവായ കർണപത്നിക്ക് സാധാരണ സ്ത്രീയാകുവാൻ കഴിയില്ല. ഇത് മുഖസ്തുതിയാണെന്ന് ഞാൻ പറയുന്നത് എങ്ങനെ? ഇല്ല, ഇത് സ്തുതിയല്ല, വാസ്തവമാണ്. നിങ്ങൾ സാധാരണ സ്ത്രീയല്ലെന്ന് ഒരു തവണ കൂടി തെളിയിക്കുവാൻ ഇന്ന് അവസരം വന്നിരിക്കുകയാണ്. അത്തരം അസാധാരണമായ എന്ത് കാര്യമാണ് ഞാനിന്ന് ചെയ്യേണ്ടത്? ഞാനും അംഗരാജാവും സ്വയംവരത്തിനായി കലിംഗ രാജ്യത്തിലേക്ക് പോയിരുന്നത് നിങ്ങൾക്കറിയാമല്ലോ. യുവരജ്ഞിയായ ഭാനുമതിയായി ഞാൻ വന്നിരിക്കുന്നു. പക്ഷേ സ്വയംവരാഹാരം എൻ്റെ കഴുത്തിൽ ചാർത്തുന്നതിന് മുമ്പ് വിചിത്രമായൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. എന്തു പ്രതിജ്ഞ? നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ആ പ്രതിജ്ഞ ഞാൻ അംഗീകരിച്ചത്. എന്നിനും നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഞാൻ മൂലം ആനന്ദത്തിൻ്റെ പൂക്കൾ പൊട്ടിവരിയുമെങ്കിൽ ഞാൻ എന്തിനു തയ്യാറാണ്. കാരണം അങ്ങൻ്റെ ഭർത്താവിൻ്റെ പ്രാണപ്രിയ മിത്രമാണ്. പ്രതിജ്ഞ എന്താണ്? അവളുടെ ആഗ്രഹം. സങ്കോചം വേണ്ട കൗരവ രാജാവെ, വ്യക്തമായി പറഞ്ഞു. അംഗരാജാവ് കർണൻ അവളുടെ പ്രാണപ്രിയ സഖിയെ വിവാഹം ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ എന്നെ സ്തബ്ധയാക്കി. പക്ഷെ ഒരു നിമിഷത്തേക്ക് മാത്രം. എന്നെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ധൈര്യത്തോടെ ഞാൻ പറഞ്ഞു, പക്ഷെ അംഗരാജാവിന് സമ്മതമാണോ? ദുര്യോധനു വേണ്ടി കർണൻ എന്തും ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഇനിയും സംശയമുണ്ടോ? പ്രശ്നം നിങ്ങളുടെ മാത്രം. അതിൻ്റെ സമ്മതത്തിൻ്റെതാണ്. അത് നേടിയെടുക്കുവാനായി അങ്ങ് സ്വയം ഇങ്ങോട്ട് വന്നതാണോ? അതോ അംഗരാജാവിൻ്റെ അഭിപ്രായപ്രകാരമാണോ വന്നത്? അദ്ദേഹത്തെ ഇതിനെപ്പറ്റി ഇപ്പോഴും ഒന്നും അറിയില്ല. നിങ്ങൾക്ക് സമ്മതമല്ല എന്ന് വേണോ ഞാൻ മനസ്സിലാക്കുവാൻ? അതെങ്ങനെ? നിങ്ങൾ സംശയത്തോടെ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഇങ്ങനെ ഒരു അവസരം മഹാറാണി ഭാനുമതിയുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അവർ ഇതിലും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുമായിരിക്കുമെന്ന് എനിക്കങ്ങനെ തോന്നുന്നില്ലേ? ഇല്ല, അവളൊന്നും ചോദിക്കുകയില്ല. ഒറ്റ വാചകത്തിൽ തന്നെ ചോദികർത്താവിന് നേരെ പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കും ഞാൻ. നിങ്ങൾ ഭാനുമതിയല്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുവാൻ ധൈര്യപ്പെട്ടത്. അംഗരാജാവിൻ്റെയും അങ്ങയുടെയും സുഖത്തിനായി ഞാൻ എന്തും ചെയ്യും. ഈ വിവാഹം എൻ്റെ സമ്മതത്തിലാണ് നിലനിൽക്കുന്നതെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കുന്നു. അദ്ദേഹം ആനന്ദത്തോടെ ഇരിപ്പിടത്തിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റു. സന്തോഷം അടക്കുവാനാവാതെ അദ്ദേഹം പറഞ്ഞു, ഏട്ടത്തിയമ്മേ, നിങ്ങൾക്ക് വേണ്ടി കർണൻ ഇത്രയും ത്യാഗം സഹിച്ചത് എന്തിനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഒരു നിമിഷം പോലും നിങ്ങൾക്കാതെ ഉലഞ്ഞുപോയ ഉത്തരിയെ നേരെ ഇട്ടുകൊണ്ട് അദ്ദേഹം പോകുവാനായി വാതിൽക്കൽ നിന്നു. പക്ഷെ ഭാഗ്യവതിയായ സഖിയുടെ പേരെന്താണ്? അവസാനം ഞാൻ ചോദിക്കുക തന്നെ ചെയ്തു. സുപ്രിയ. ധൃതിയിൽ അദ്ദേഹം ഭവനത്തിൽ നിന്ന് പുറത്തു കിടന്നു. എൻ്റെ മനസ്സിലെ കൃത്രിമമായ ഉത്സാഹം പെട്ടെന്ന് നശിച്ചു. സപ്പത്നി. ആ ചിന്ത എൻ്റെ മനസ്സിൽ സമ്പൂർണമായ ജീവിതത്തിൽ കുത്തിയ കരിക്ഷമമല്ലേ? അവളുടെ പേര് സുപ്രിയ എന്നാണ് പറഞ്ഞത്. എന്നാൽ അവൾ എല്ലാവർക്കും സുപ്രിയായി തന്നെ തോന്നുമോ? അനേകം സംശയങ്ങളുടെ പ്രവാഹത്തിൽ എൻ്റെ മനസ്സ് വ്യാകുലമായി. ചിലപ്പോൾ ദൈവവുമായി ചൂതുകളിക്കുകയല്ലാതെ മനുഷ്യൻ എന്താണ് ചെയ്യുവാനാവുക? പ്രപഞ്ചനൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് പുതിയ മഹാറാണിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. എന്നാൽ അതിനെത്ര ഭിന്നമായ അർത്ഥമാണുള്ളത്. ഇന്നോളം 2 കുണ്ടലങ്ങളിലും എനിക്ക് അധികാരമുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കുണ്ടലം സുപ്രിയയുടേതാണ്. വളരെ കഷ്ടപ്പെട്ട് ഞാൻ നേടിയെടുത്ത അവൾക്ക് എളുപ്പത്തിൽ കിട്ടിയിരിക്കുന്നു. ചിലർ ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നത് സത്യമാണ്. അംഗരാജാവിൻ്റെയും സുപ്രിയയുടെയും വിവാഹം വളരെ മൂടിയിൽ തന്നെ നടന്നു. ദുര്യോധന മഹാരാജാവ് പറഞ്ഞത് സത്യമായി തീർന്നു. അംഗരാജാവിന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സ്വീകരിക്കാതെ കഴിഞ്ഞില്ല. ചിലപ്പോൾ സത്യം സങ്കല്പത്തേക്കാൾ അത്ഭുതകരമായിരുന്നു. എങ്കിലും അത് സത്യമാണ്. അതുകൊണ്ട് അത് സഹിക്കുക തന്നെ വേണം. സുപ്രിയയെ ഒരിക്കലും വിഷമിപ്പിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അവളെ വിഷമിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം അവളുടെ ഭർത്താവിനെ ദുഃഖിപ്പിക്കുക എന്നാണ്. സ്ത്രീ ഏറ്റവും ചെറിയ നഷ്ടവും ഏറ്റവും വലിയ ലാഭവും തിരഞ്ഞെടുക്കുന്നു. അത് അവളുടെ ജന്മസ്വഭാവമാണ്. സുപ്രിയയ്ക്ക് വേറെ കൊട്ടാരം കൊടുത്തു. ഇത്രയൊക്കെ ആയിട്ടും എൻ്റെ മനസ്സ് ഭർത്താവിനോടുള്ള സ്നേഹബന്ധത്തിൽ ആശ്വാസമുണ്ട്. അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹത്തിൽ ഒട്ടും കുറവായിരുന്നില്ല. ഗംഗാതടത്തിലെ നനഞ്ഞ ഉത്തരീയത്തിൻ്റെ ഓർമ്മ അദ്ദേഹത്തിന് എങ്ങനെ മറക്കുവാൻ കഴിയും? പക്ഷേ സുപ്രിയ എന്നേക്കാൾ 2 ചുവട് മുന്നിലാണ്. എൻ്റെ എല്ലാ സങ്കല്പങ്ങൾക്കും അവൾ വലിയ ആഘാതമാണ് ഏൽപ്പിച്ചത്. അവൾ അറിവുള്ളവളാണ്. വിവാഹം കഴിഞ്ഞ് ഉടൻ ആദ്യം തന്നെ അവൾ എന്നെ കാണാനാണ് വന്നത്. വിനയപൂർവ്വം വന്ദിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ജ്യേഷ്ഠത്തി, ഞാൻ നിങ്ങളുടെ ഇളയ സഹോദരിയാണ്. നിങ്ങളാണ് എനിക്ക് ജീവദാനം നൽകിയത്. നിങ്ങൾ അനുമതി തന്നില്ലായിരുന്നെങ്കിൽ അംഗരാജാവിൻ്റെ പേര് ഉരുവിട്ടുകൊണ്ട് എനിക്ക് മരിക്കേണ്ടി വരുമായിരുന്നു. അദ്ദേഹത്തോടുള്ള എൻ്റെ സ്നേഹം സീമാതീതമാണ്. ഹസ്തിനാപുരത്തിൻ്റെ കുണ്ടലം എങ്ങനെയും നേടിയെടുക്കാമെന്ന് ഞാൻ ദൃഢസിദ്ധനായിരിക്കുന്നു. സുപ്രിയെ, നീ വന്നത് നന്നായി. ഇത്രയും പരാക്രമിയായ ഭർത്താവിൻ്റെ മേൽനോട്ടം എനിക്ക് ഒറ്റയ്ക്ക് അസാധ്യമാണ്. ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുറിവേൽപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയവരുടെ ദുഃഖവും വലുതാണെന്ന് ഓർമ്മ വേണം. അത് മാറ്റുവാൻ ഭാര്യയ്ക്ക് വെറും സങ്കല്പവും സ്നേഹവും മാത്രം പോരാ. അവൾക്ക് ധൈര്യവും സംയമനവും കൂടി ആവശ്യമാണ്.
പലതരത്തിലുള്ള സംശയങ്ങൾ കൊണ്ട് മൂങ്ങിക്കിടക്കുന്ന എൻ്റെ മനസ്സ് സുപ്രിയയുടെ ദർശനം മൂലം നിശ്ചലമായിരുന്നു. അവളുടെ കണ്ണുകൾ മാത്രമല്ല, സ്വഭാവവും മാനിനെ പോലെ നിഷ്കളങ്കവും ശുദ്ധവുമായിരുന്നു. അവളെ എനിക്ക് വളരെയധികം ഇഷ്ടമായി. പേര് പോലെ തന്നെ അവൾ സുപ്രിയയായിരുന്നു. സുപ്രിയയുടെ വിവാഹത്തിനു ശേഷം മഹാരാജാവിനോട് സംസാരിക്കുവാൻ എനിക്ക് നല്ലൊരു വിഷയം കിട്ടി. സ്ത്രീകൾ മാത്രമല്ല സ്വാർത്ഥത കാണിക്കുന്നത്, പുരുഷന്മാരും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹം ആശ്ചര്യത്തോട് ചോദിക്കും, നീ എന്താണ് അങ്ങനെ പറയുന്നത്? പറയാതെ എന്ത് ചെയ്യും? അങ്ങ് 2 വിവാഹം കഴിച്ചു, എന്നാൽ തൻ്റെ സഹോദരൻ യുവാവായി കഴിഞ്ഞു എന്ന കാര്യത്തെപ്പറ്റി ഒരു ശ്രദ്ധയുമില്ല. ഇതിനെ മറ്റെന്താണ് പറയുക? വൃഷാലി, നിന്റെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും ഞാൻ ഷോണന്റെ വിവാഹം ഉടൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ എന്നോട് പകരം വീട്ടുവാനായി നീ അവനെ കൊണ്ട് ഒന്നിച്ച് 3 വിവാഹം കഴിപ്പിക്കും. അതും ഏത് പെൺകുട്ടികളാണെന്നോ മുന്നിൽ കാണുന്നത് വരെ. അങ്ങയോട് എന്ത് പകരം വീട്ടുവാൻ? അങ്ങയോട് പകരം വീട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ പകരം വീട്ടുക എന്നല്ലേ അർത്ഥം. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പക്ഷേ തൻ്റെ സഹോദരൻ്റെ വിവാഹം എത്രയും വേഗം നടത്തിയില്ല എങ്കിൽ താൻ എന്തെങ്കിലും പറഞ്ഞ് എപ്പോഴും സധൈര്യം കൊത്തിക്കൊണ്ടിരിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ദുര്യോധന മഹാരാജാവിൻ്റെ വിവാഹത്തിനു ശേഷം ഉടൻ തന്നെ അദ്ദേഹം ഹസ്തിനാപുരിയിലെ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുമെന്ന് എല്ലാവരും ചർച്ച ചെയ്തു തുടങ്ങി. സേനാധിപതിയായ അദ്ദേഹം അംഗരാജാവിനെ നിയമിക്കുമെന്ന് എല്ലാവരും പറയുന്നു. ധൃതരാഷ്ട്ര മഹാരാജാവ് വൃദ്ധനായി കഴിഞ്ഞിരുന്നു. ഇത്രയും കാലം അദ്ദേഹം ഒരു രാജ്യത്തെ നന്നായി നോക്കി സംരക്ഷിച്ചു എന്നത് ചെറിയ കാര്യമല്ല. എന്നിട്ടും നഗരത്തിലെ വൃദ്ധജനങ്ങൾ എപ്പോഴും പാണ്ഡു മഹാരാജാവിനെ ഓർമ്മിച്ചുകൊണ്ട് പറയുന്നു, പാണ്ഡു മഹാരാജാവ് ദിഗ്വിജയത്തിലൂടെ ഹസ്തിനാപുരത്തിന്റെ കീർത്തി വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിന്റെ താമരപ്പൂ പോലെയുള്ള 5 പുത്രന്മാർ അമ്മയോടൊപ്പം അഗ്നിയിൽ ഭസ്മമായി തീർന്നു. അവർ എപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നും അങ്ങനെയാണെങ്കിൽ അവരെ ഹസ്തിനാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നും ചിലർ പറയുന്നു. നഗരത്തിലെ ജനങ്ങളുടെ ഈ ചർച്ചകളെപ്പറ്റി ഷോണനോ ജ്യേഷ്ഠനോ സത്യസേനനോ പ്രപഞ്ചനോ മൃണാളിനിയോ പറഞ്ഞാണ് ഞാൻ അറിയാറുള്ളത്. പാണ്ഡവരുടെ ഓർമ്മയെ സ്നേഹത്തോടും ഭക്തിയോടും കൂടി മനസ്സിൽ സൂക്ഷിക്കുന്ന പല നഗരവാസികളും ഹസ്തിനാപുരിയിലുണ്ട്. പലപ്പോഴും ഞാൻ രാജമാതാവ് കുന്തിദേവിയെ ഓർമ്മിക്കാറുണ്ട്. ആ ഓർമ്മയോടൊപ്പം തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ 5 സഹോദരന്മാരെയും ഓർക്കും. അവർ ഈ ലോകത്തിൽ ഇല്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാലത്തിൻ്റെ പ്രവാഹത്തിൽ ഇന്നലെ അസത്യമെന്ന് തോന്നിയത് ഇന്ന് സത്യമാകും. അതുതന്നെയാണ് സംഭവിച്ചത്. 2-3 വർഷം ഒളിവിൽ കഴിഞ്ഞ പാണ്ഡവർ പാഞ്ചാലിയുടെ സ്വയംവരത്തിൽ പെട്ടെന്ന് മുന്നിൽ വന്നു. സ്വയംവരത്തിനു ശേഷം അവർ പെട്ടെന്ന് മധുരയിലേക്ക് പോയി. ശ്രീകൃഷ്ണൻ അവരുടെ അമ്മാവൻ്റെ മകനാണ്. അവർ മധുരയിൽ തന്നെ താമസിക്കുമെന്ന് എല്ലാവരും വിശ്വസിച്ചു. കാരണം ദുര്യോധന മഹാരാജാവുമായി അവർ ഒരിക്കലും യോജിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ 5 സഹോദരന്മാരും ഒരു തവണയെങ്കിലും ഹസ്തിനാപുരിയിൽ വന്നിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അവരിൽ യുവരാജാവ് നകുലൻ അംഗരാജാവിൻ്റെ തന്നെ പ്രതിബിംബമാണെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിന് കവചകുണ്ടലങ്ങളുടെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർണനെ പോലെയുള്ള ചുരുണ്ട സ്വർണ്ണമുടിയും അദ്ദേഹത്തിനില്ല. ആ 5 സഹോദരന്മാരെയും ഒരിക്കലും കാണുവാൻ എനിക്ക് തീവ്രമായ ആഗ്രഹം തോന്നി. കാലത്തിന്റെ പ്രവാഹത്തിൽ എൻ്റെ പുത്രദുഃഖം കുറച്ചെങ്കിലും ശമിച്ചിരുന്നു. ഒരു ദിവസം എൻ്റെ ആഗ്രഹം സഫലമായി. അംഗരാജാവ് ഞാനും ഷോണനും വേണ്ടി രാജ്യം തോറുമുള്ള സുന്ദരികളായ പെൺകുട്ടികളെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വൃഷാലി, നീ കുലിരു ദേശത്തെപ്പറ്റി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷേ കൂടുതലൊന്നും അറിയില്ല. ആ രാജ്യം ശരിക്കും ഹിമാലയത്തിന്റെ താഴ്വരയിലാണ്. എപ്പോഴും പച്ച പുൽമേടുകളാൽ അലങ്കരിക്കപ്പെട്ട ആ രാജ്യം ഭൂമിയിലെ സ്വർഗമായി കണക്കാക്കപ്പെടുന്നു. ആ രാജ്യത്തിലെ സ്ത്രീകൾ അപ്സരസുകളെ പോലെ സുന്ദരിമാരാണ്. ഷോണന് വധുവിനെ തിരഞ്ഞ് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് സഹോദരനിൽ അതിയായ സ്നേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ട് ഞാൻ എന്തോ പറയുവാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്ക് ദുര്യോധന മഹാരാജാവിൻ്റെ പ്രത്യേക സേവകനായ പ്രപഞ്ചൻ അകത്തു വന്ന് ധൃതിയിൽ പറഞ്ഞു, മഹാരാജാവേ, അത്യാവശ്യമായ രാജ്യസഭ വിളിച്ചു കൂട്ടണം. ധാത്രി. ആ പേരിലെ ധാത്രി എന്ന കഠിനാക്ഷരങ്ങൾ മൂലമോ അതോ മറ്റെന്തെങ്കിലും കാരണം മൂലമോ എന്നറിയില്ല, ആ ദാസിയുടെ പേര് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ മുകളിൽ നിന്നുകൊണ്ട് കണ്ടു രാജമാതാവ് കുന്തിദേവിയും ദ്രൗപദിയും ആചാര്യ വിതുരനോടൊപ്പം രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്തു കടന്നു. കാരണം ആചാര്യൻ സർവ്വസംഘ പരിത്യാഗിയായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് കൊട്ടാരത്തിൽ താമസിക്കില്ല. കുന്തിദേവി നഗരത്തിന് പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ പർണകുടീരത്തിൽ തന്നെ താമസിക്കും. മറ്റുള്ളവർ രാജസഭയ്ക്കായി സഭാഗൃഹത്തിലേക്ക് തിരിച്ചു. അംഗരാജാവ് അടുത്തു നിന്നിരുന്ന പ്രപഞ്ചനോട് യുവരാജാവ് ഭീമന്റെ പുറത്തു നിന്നും വൃദ്ധയെ താഴെ ഇറക്കുവാൻ ആംഗ്യം കാണിച്ചു. എല്ലാവരും കൊട്ടാരത്തിന്റെ പടികൾ കയറി. എല്ലാവരുടെയും പിന്നിലായി ശകുനി അമ്മാവനും ഉണ്ടായിരുന്നു. അദ്ദേഹം മഹാരാജാവ് ദുര്യോധനെ ചെവിക്കരികിൽ മുഖമടിപ്പിച്ച് എന്തോ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് മറ്റാർക്കും അറിയുവാൻ കഴിഞ്ഞില്ല. യുവരാജാവായ അർജുനന്റെ പിൻഭാഗം കണ്ടിട്ട് അദ്ദേഹം എൻ്റെ പുത്രനെ കൊന്നുവെന്ന സത്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം എത്ര പതുക്കെ അടികൾ വെച്ചാണ് പടികൾ കയറുന്നത്. പ്രത്യക്ഷ യുദ്ധത്തിൽ ആരാണ് കൊല്ലപ്പെടുന്നതെന്ന് ഈ യോദ്ധാക്കൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ആർക്കറിയാം. ഇപ്പോൾ എത്ര സൗമ്യരായാണ് കാണപ്പെടുന്നത്. എന്നാൽ യുദ്ധത്തിന്റെ തീ ആളിക്കത്തുമ്പോൾ
സാക്ഷാൽ അർജുനൻ കാലഭൈരവന് തുല്യനാണ്. രാജ്യസഭയിൽ സംഭവിച്ചതെല്ലാം ഞാൻ അറിഞ്ഞു. എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. സമ്പത്തും അധികാരവും മനുഷ്യ മനസ്സിനെ ചിലപ്പോൾ മൃഗത്തേക്കാൾ അധികം ക്രൂരമാക്കി തീർക്കുന്നു. രാജ്യത്തിന് തൻ്റെ വിഹിതം ആവശ്യപ്പെട്ട യുധിഷ്ഠിരനോടുള്ള ശകുനി അമ്മാവൻ്റെ പെരുമാറ്റം ആർക്കും ഇഷ്ടപ്പെടുവാൻ കഴിഞ്ഞില്ല. എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല. എന്നാൽ ഇഷ്ടമല്ലാത്ത എല്ലാ കാര്യങ്ങളും എന്നേക്കുമായി ഒഴിവാക്കുവാൻ ആർക്കും കഴിയില്ല. ശകുനി അമ്മാവൻ സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് ഹസ്തിനാപുരിയിൽ താമസിക്കുന്നതും എനിക്ക് ഇഷ്ടമായില്ല. എല്ലാ വിപത്തുകളുടെയും മൂലഹേതു അദ്ദേഹം മാത്രമായിരുന്നു. സഭാഗൃഹത്തിൽ പാണ്ഡവരിൽ യുവരാജാവ് യുധിഷ്ഠിരൻ പറഞ്ഞു, ഞങ്ങൾ പാണ്ഡു മഹാരാജാവിൻ്റെ പുത്രന്മാരാണ്. അത് പറഞ്ഞത് ഞങ്ങളുടെ ദിഗ്വിജയായ പിതാവിൻ്റെ രാജ്യത്തിൻ്റെ ന്യായോചിതമായ ഭാഗം ഞങ്ങൾക്ക് തരണം. അവരപേക്ഷിച്ചു. രാജ്യസഭയിൽ വൃദ്ധരും അനുഭവസമ്പന്നരുമായ എല്ലാ യോദ്ധാക്കളും ഉണ്ടായിരുന്നു. ശകുനി അമ്മാവൻ ഇടയിൽ കയറി കപടഭാവത്തോടെ പറഞ്ഞു, പാണ്ഡവർക്ക് രാജ്യത്തിൻ്റെ ഭാഗം വേണമെങ്കിൽ കൗരവർ അവർക്ക് വളരെ സന്തോഷത്തോടു കൂടി കാണ്ഡവവനത്തിൻ്റെ വിശാലമായ രാജ്യം കൊടുക്കുവാൻ തയ്യാറാണ്. പാണ്ഡവരുടെ ജനനം ശതശൃംഗ പർവ്വതത്തിലായിരുന്നു. അവർ പർവ്വതത്തിലും ആരണ്യത്തിലും വസിക്കുന്നത് തന്നെയാണ് നല്ലത്. അമ്മാവൻ്റെ ഈ വാക്കുകൾ വലിയ അനീതിയും കാപട്യവും ക്രൂരത നിറഞ്ഞ സത്യവുമായിരുന്നു. പക്ഷേ സഭയിലെ എല്ലാ യോദ്ധാക്കളും സ്തബ്ധരായിരുന്നു. അംഗരാജാവിനെ കൊണ്ട് വാഗ്ദാനം ചെയ്യിപ്പിച്ച ഞാനിന്ന് വലിയ തെറ്റാണ് ചെയ്തത്. പാണ്ഡവരോട് അന്യായമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അദ്ദേഹം അത്യധികം അസ്വസ്ഥനായി. എന്നാൽ വാഗ്ദാനം മൂലം അദ്ദേഹത്തിന് ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. യുധിഷ്ഠിരൻ കാണ്ഡവവനം സ്വീകരിച്ചു. സഭ പിരിഞ്ഞു. സഭയിൽ നിന്ന് വന്ന ഉടൻ അംഗരാജാവ് പറഞ്ഞു, വൃഷാലി, പാണ്ഡവർക്ക് ഘോരമായ വനം കൊടുത്ത് അവർ കാട്ടുമൃഗങ്ങളുടെ ഭക്ഷണമായി തീരട്ടെ എന്നാവും ഒരുപക്ഷെ അമ്മാവൻ ആഗ്രഹിച്ചത്. സഭയിൽ നടന്നതൊന്നും ധീരന്മാർക്ക് യോജിച്ചതായിരുന്നില്ല. ഇന്ന് തന്നെ എന്നെ കൊണ്ട് വാഗ്ദാനം ചെയ്യിക്കുവാൻ നിനക്ക് എങ്ങനെ തോന്നി? 2 ദിവസം വിതുരരുടെ പർണകുടീരത്തിൽ താമസിച്ച് പാണ്ഡവർ വനത്തിലേക്ക് തിരിഞ്ഞു. ആ 2 ദിവസത്തിനിടയിൽ ഒരു തവണയെങ്കിലും രാജമാതാവിനെ കാണണമെന്ന് ഞാൻ ഉത്കടമായി ആഗ്രഹിച്ചു. രാജമാതാവ് കുന്തിദേവി എൻ്റെ മനസ്സിന് ഇത്രയേറെ ആകർഷണം എന്തുകൊണ്ടാണ് എന്നതിൽ ഒരു ഉത്തരം ഒരുപക്ഷെ എനിക്ക് തന്നെ അറിയില്ല. എന്നാൽ ആകർഷണമുണ്ട് എന്നത് സത്യമാണ്. ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളോടും പ്രത്യേകമായ അടുപ്പം തോന്നാറില്ല. എന്നാൽ ചില വ്യക്തികളോട് പ്രഥമ ദർശനത്തിൽ തന്നെ വിചിത്രമായ ഒരു അടുപ്പവും ഒരുതരം വിചിത്രമായ ആകർഷണവും ഉണ്ടാവുന്നു. രാജമാതാവിന് നേരെയുള്ള എൻ്റെ മാനസികാവസ്ഥ ഇതായിരുന്നു. വളരെ ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് കാണുവാൻ കഴിഞ്ഞത്. അവരോട് സംസാരിക്കുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ആ സന്ദർശനം രാജമാതാവ് കുന്തിദേവി തന്നെ ഉണ്ടാക്കി. ആ പർണകുടീരത്തിൽ നിന്ന് ഒരു ഭൃത്യൻ്റെ കയ്യിൽ സന്ദേശം കൊടുത്തയച്ച് എന്നെ വിളിപ്പിച്ചു. ഞാനത് തന്നെയാണ് ആഗ്രഹിച്ചത്. എന്നോട് അവർ സ്നേഹത്തോട് മിണ്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാമായിരുന്നു. അവരുടെ സന്ദേശം കിട്ടിയപ്പോൾ ഒരു നിമിഷം പോലും വൈകാതെ ഞാൻ ജ്യേഷ്ഠനെ വിളിപ്പിച്ചു. അദ്ദേഹം രതിയൊരുക്കി ആചാര്യനായ വിതുരരുടെ പർണകുടീരത്തിന് അടിയിലെത്തിച്ചു. പർണകുടീരത്തിൻ്റെ പ്രവാസന കവാടത്തിൽ തന്നെ നിന്ന് രാജമാതാവ് കുന്തിദേവിയും ആചാര്യനും സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ രാജമാതാവ് മുമ്പോട്ട് വന്നു. പാണ്ഡവർ നഗരത്തിൽ പോയതും രഥത്തിൽ നിന്നിറങ്ങി അവരുടെ പാദങ്ങൾ തൊട്ട് ഞാൻ അവരെ ആദരവോടെ വന്ദിച്ചു. തോളിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അവർ പറഞ്ഞു, മകളെ, നീ ഗർഭവതിയാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരിട്ട് നിന്നെ കാണുമായിരുന്നു. അവരുടെ ഓരോ വാക്കും സ്വന്തം അമ്മയുടെ അത്ര വാത്സല്യം നിറഞ്ഞതായിരുന്നു എനിക്ക് തോന്നി. ഈ സാത്വികയായ രാജമാതാവിന് ദൈവം എത്ര ക്രൂരയാണ് കൃഷിയെ കൊടുത്തത്. എങ്കിലും ആ കുലീനമായ ശരീരത്തിൽ വലിയൊരു മനസ്സുണ്ട്. ഒരു മഹാറാണി എന്ന പോലെ സൂതപുത്രിയോട് സൂതരാജാവിൻ്റെ പത്നിയോടും സ്നേഹപൂർവ്വം കുശലം അന്വേഷിക്കുന്നു. ദൈവം കയ്യിൽ മുള്ളു നിറഞ്ഞ ആയുധങ്ങളുമായി ഗുണവാന്മാരായ വ്യക്തികൾക്ക് മാത്രം എപ്പോഴും പിന്തുടരുന്നതുകൊണ്ട് എന്നിൽ ഞാൻ ചിന്തിച്ചുപോയി. ലോകത്തിൽ സജ്ജനങ്ങൾക്ക് മാത്രം ദൗർഭാഗ്യം വരുന്നതെന്ന് എന്തുകൊണ്ടാണെന്നും ദൗർഭാഗ്യത്തെ സ്വീകരിക്കാൻ തക്ക യോഗ്യതയുള്ള വിശാല ഹൃദയം സജ്ജനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, മറ്റാർക്കുമില്ല എന്നതുകൊണ്ടുമാണോ? രാജമാതാവുമായി ഞാൻ സങ്കോചം കൂടാതെ സംസാരിച്ചു. സംസാരത്തിനിടയിൽ ഗർഭാസ്ഥിതിയിൽ ശരീരം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയെന്നപ്പോൾ സ്നേഹത്തോടുകൂടി അവർ എനിക്ക് പറഞ്ഞു തന്നു. മടങ്ങിപ്പോകാറായപ്പോൾ അവർ പറഞ്ഞു, നിനക്കുണ്ടാവുന്ന പുത്രൻ വിഖ്യാതനായി തീരും. നീ അവൻ എന്ത് പേരിടാനാണ് വിചാരിക്കുന്നത്? അവന് കവചവും കുണ്ടലവും ഉണ്ടെങ്കിൽ കവചധരൻ അല്ലെങ്കിൽ കുണ്ടലസേനൻ എന്ന് ഞാൻ പറഞ്ഞു. ഇടയ്ക്ക് നിർത്തി അവൾ പറഞ്ഞു, ഇല്ല മകളെ, കവചമോ കുണ്ടലമോ അവനുണ്ടാവില്ല. അതെ, തൻ്റെ പിതാവിനെ പോലെ അവൻ തീർച്ചയായും സുന്ദരനായിരിക്കും. അതുകൊണ്ട് നിന്റെ പേര് ചേർത്ത് വൃഷസേനൻ എന്ന് അവന് പേരിടണം. അവിടുത്തെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ അവന് വൃഷസേനൻ എന്ന് തന്നെ പേരിടും. താൻ വിടവാങ്ങി പർണകുടീരത്തിൽ നിന്ന് പുറത്തു വന്ന് രഥത്തിലിരുന്നു. കവചമോ കുണ്ടലമോ അവനുണ്ടാവില്ല. അവരുടെ വാക്കുകളുടെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അവർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതിനുത്തരം എനിക്ക് കിട്ടിയില്ല. എങ്ങനെയാണ് അവർ ഇത്രയും ഉറപ്പിച്ചത്? സാക്ഷാൽ അംഗരാജാവായ കർണനെ പോലെ അവന് കവചവും കുണ്ടലങ്ങളും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം കിട്ടുമെന്നും പറഞ്ഞു. എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല. എന്നാലും ഞാൻ അവിടുന്ന് സാവധാനം പോയി. തുടരും.